മോർണിംഗ്, വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു ഞണ്ട് കറിയാണ് വെക്കുന്നത്. തേങ്ങ വറുത്തരച്ച ഞണ്ട് കറി കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ 1 കിലോ ഞണ്ടാണ്, നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. 1 സവോള, കുറച്ച് കൂടുതൽ ചുവന്നുള്ളി വേണേ. സവോളയെക്കാട്ടി നല്ല ഫ്ലേവർ കറിക്ക് തരുന്ന ഒരു ഐറ്റമാണ് ചുവന്നുള്ളി. നമ്മൾ ഈ സവോള ഇട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് ശരിക്കും കൂടുതൽ തോന്നുന്നത് ചുവന്നുള്ളി ഇടുമ്പോഴാണ്. ചുവന്നുള്ളി മാത്രം ഇടാമെങ്കിൽ അത്രയും നല്ലത്. പിന്നെ നമുക്കൊരു മടിയുണ്ടല്ലോ ഇതൊക്കെ ചെയ്യാൻ, ഈ ചുവന്നുള്ളിയൊക്കെ പൊളിച്ചെടുക്കാനുള്ള ഒരു മടി കാരണം നമ്മൾ കുറച്ച് ചുവന്നുള്ളിയും 1 സവോളയും അങ്ങനെയാണ് ഇടുന്നത്. നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരാനൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ നേരത്തെ ചുവന്നുള്ളിയൊക്കെ പൊളിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാമെങ്കിൽ നമുക്ക് ചുവന്നുള്ളി തന്നെ ഇട്ട് വെക്കണം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. 1 ടൊമാറ്റോ, പിന്നെ 2 പച്ചമുളക്, ഇത് ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ. 7-8 വെളുത്തുള്ളി ഉണ്ട്, അത് ഞാൻ ചതച്ച് വെച്ചേക്കുവാണ്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, അതും ചതച്ച് വെച്ചേക്കുന്നതാണ്. ഇതെല്ലാം നമുക്ക് വഴറ്റിയിടേണ്ടതാണ്. പിന്നെ വേണ്ടത് പൊടികൾ. തേങ്ങ വറുത്തരച്ചല്ലേ വെക്കുന്നത്, അപ്പോൾ ഒരുപാട് പൊടികളുടെ ആവശ്യമില്ല. നമ്മളിപ്പം ക്രാബ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ മല്ലിപ്പൊടിയൊക്കെ കുറച്ച് കൂടുതൽ എടുക്കും. ഇതിപ്പം തേങ്ങ വറുത്തരച്ച് വെക്കുന്നതുകൊണ്ട് പൊടികൾ അതിനു വേണ്ടി വേണ്ട. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നമ്മൾ തേങ്ങ ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം ഈ പൊടികളും കൂടെ ചേർത്ത് നമ്മൾ അത് വറുത്തെടുക്കുവേ. പിന്നെ വേണ്ടത് നമുക്ക് പുളിയാണ്. ഇത് നമ്മുടെ സാമ്പാർ പുളിയാണ്. സാമ്പാർ പുളി ഞാൻ ഒരു നല്ല വലിയ നെല്ലിക്ക വലിപ്പത്തിലിട്ടേക്കൊണ്ടേ, ഒരളവിന് പറയുന്നതാ. പിന്നെ പുളി, ഉപ്പ്, എരിവ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനത് എപ്പോഴും പറയുന്നതാണ്. പിന്നെ സാമ്പാർ പുളി എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചേക്കണേ. അന്നേരം നന്നായിട്ട് കുതിർന്നിട്ട് ആ പുളിയൊക്കെ നന്നായിട്ട് ഈ വെള്ളത്തിലോട്ട് ഇറങ്ങിക്കോളുവേ. പിന്നെ വേണ്ടത് 1 മുറി തേങ്ങ വേണേ. തേങ്ങയിൽ ഞാൻ കുറച്ച് കറി ലീവ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണിത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഞാൻ ഇടുന്നുണ്ട്. കാരണം ഈ പ്രോൺസ്, ഈ ക്രാബ്, അതിനൊക്കെ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് ആ കറിക്ക് ഭയങ്കര ടേസ്റ്റ് കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇടുന്നത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറിൽ നമുക്ക് വറുത്തെടുക്കാം. അതിനുശേഷം ബാക്കി കാണിക്കാവേ. നമ്മൾ ഈ തേങ്ങ വറുക്കാൻ നേരം ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുതേ. ആ ഒരു മീഡിയം സൈസ് ഫ്ലെയിമിൽ വേണം നമ്മൾ ഇത് വറുത്തെടുക്കാൻ. ഒരുപാട് ഫ്ലെയിം ആയാൽ ഈ തേങ്ങ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. അത് ബ്രൗൺ കളർ ആകുകയല്ല, അത് കരിഞ്ഞു പോവുക ചെയ്യുന്നത്. ഒരു മീഡിയം സൈസ് ഫ്ലെയിമേ ആകാവുള്ളേ. ശരിക്കും പറഞ്ഞാൽ ഫിഷിനെക്കാട്ടിലൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഈ ക്രാബ് കൊണ്ട്. ഇപ്പോൾ റോസ്റ്റ് ചെയ്താലും കൊള്ളാം, ഇതുപോലെ തേങ്ങ വറുത്തരച്ച് വെച്ചാലും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെയും പിന്നെ കപ്പയുടെയൊക്കെ കൂടെ ഭയങ്കര നല്ലതാണ് കേട്ടോ. പിന്നെ ഈ ഷുഗറൊക്കെ ഉള്ളവർക്കാണ് കപ്പ അങ്ങനെ കഴിക്കരുത്, കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കരുതെന്ന് പറയത്തില്ലേ. അപ്പം അങ്ങനെയുള്ളവർ ഇത് കഴിക്കാതിരിക്കുക. ചിലർക്ക് എന്നാലും ഭയങ്കര കൊതിയാകും കേട്ടോ. അങ്ങനെയുള്ളവർ കുറച്ചൊക്കെ കഴിക്കാം. അപ്പം നമ്മൾ ബാക്കിയുള്ള ഫുഡിനകത്തൊന്ന് കൺട്രോൾ ചെയ്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വല്ലപ്പോഴൊക്കെ കഴിക്കണമല്ലോ അല്ലേ. കായലിലെ ക്രാബ് ഉണ്ടല്ലോ, അതാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിന്. പിന്നെ നമ്മൾ കടലിലെ കിട്ടുന്നെങ്കിൽ ഒരു ബ്ലൂ കളർ കാലുള്ള ഒരു ടൈപ്പ് ഞണ്ടുണ്ട്, അത് നല്ലതാണ് കേട്ടോ. എനിക്ക് പക്ഷേ അത് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. പ്രോൺസ് ആണേലും ക്രാബ് ആണേലും എല്ലാം പല വെറൈറ്റി സാധനങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ ഓരോന്നിനും ആ ടേസ്റ്റിനൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഇതൊരു ബ്രൗൺ കളർ ആകുമ്പം ബാക്കി ഞാൻ കാണിക്കാവേ. നമ്മുടെ തേങ്ങയുടെ ഒരു ബ്രൗൺ കളറായി. ഒരുപാട് അങ്ങ് ഡാർക്ക് ബ്രൗൺ ഒന്നും ആകണ്ട കേട്ടോ, ഒരു ലൈറ്റ് ബ്രൗൺ ഇങ്ങനെ ആയാൽ മതി. ഈ തേങ്ങ തിരുങ്ങുമ്പോൾ എപ്പോഴും നല്ല പൊടിയായിട്ട് ഒരേപോലെ തിരുങ്ങുവാണേ ഉണ്ടല്ലോ, എല്ലാം ഒരുപോലെ ബ്രൗൺ കളറാകും. ഇപ്പോൾ ഇതിനകത്ത് കണ്ടോ, ഇതിപ്പോൾ ഇച്ചിരി സ്പീഡിൽ തിരുങ്ങിയത് കൊണ്ടായിരിക്കാം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുറച്ചൊന്ന് ബ്രൗൺ കളർ ആകാതെ കിടക്കുന്നത് കണ്ടോ. അപ്പോൾ നല്ല പോലെ ഒരേപോലെ തിരിങ്ങിയെടുത്താലേ അത് എല്ലാം ഒരേപോലെ ബ്രൗൺ കളർ ആകത്തുള്ളേ. നമ്മുടെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന മല്ലിപ്പൊടി,
മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, അന്നേരം സിമ്മിലേക്ക് ആക്കിയേക്കണേ. തീ കൂട്ടി വെക്കുകയോ ചെയ്യരുത്. ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഈ പൊടികൾ പെട്ടെന്ന് അങ്ങ് കരിയും. പക്ഷെ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ മാറുകയില്ല. കാശ്മീരി ചില്ലി പൗഡറിനൊക്കെ ഒരു ചെറിയൊരു കുത്തലുണ്ട്. അപ്പം അത് ശരിക്കും മാറി കിട്ടണം. അതിനായിട്ടാണ് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇളക്കിയെടുത്ത് അതിൻ്റെ ആ ഒരു പച്ച മണം ഒക്കെ ഒന്ന് മാറ്റണേ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുരുമുളക് മുഴുവനായിട്ടുള്ള കുരുമുളകാണ് അത് വറുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ രണ്ടാമത് കുരുമുളക് പൊടി ഇടാത്തത്. ഇനിയിപ്പം സവോളയൊക്കെ ഒന്ന് വഴറ്റുമ്പോൾ ഒരു സ്വല്പം പൊടി വേണമെങ്കിൽ നമുക്ക് അത് എരിവിന് ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ട് അത് നോക്കിക്കോണേ. എരിവ് ചിലർക്ക് കുറച്ച് നല്ല പോലെ എരിവുള്ള ഇഷ്ടം, ചിലർക്ക് അധികം എരിവ് ഇഷ്ടമല്ല. അപ്പോൾ അതൊക്കെ എരിവ്, ഉപ്പ്, പുളി അതൊക്കെ നമ്മുടെ പാകത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. 2 മിനിറ്റായി ഇതിപ്പോൾ ഇളക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു പച്ചമണം എല്ലാം മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തണുക്കണം. ഈ കുക്കിംഗ് അറിയാൻ വയ്യാത്ത കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ചൂടോടൊക്കെ എടുത്തങ്ങ് അരയ്ക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ഇത് നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷമേ നമ്മൾ അരയ്ക്കാൻ മിക്സിയിലോട്ട് ഇടാവുള്ളേ. ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. തണുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു ചട്ടിയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അത് നമ്മൾ കഴിയുന്നത് കൊണ്ടല്ലോ കുക്കിങ് ഇതുപോലത്തെ മൺപാത്രങ്ങളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഇതിനൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത്. ഫ്രൈ ഐറ്റം ശരിക്കും പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്ന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ നോൺ സ്റ്റിക്കിനകത്ത് ഉപയോഗിച്ചിട്ട് ഈ ഗ്രേവിയായിട്ട് എടുക്കാൻ പറ്റുന്ന ഏത് കറിയാണേലും നമുക്ക് ഇതുപോലത്തെ ചട്ടിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് ഈ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാവേ. ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ ഒന്ന് ഇറങ്ങിക്കഴിയുമ്പം ഈ എണ്ണയിൽ കിടക്കുമ്പം ഈ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങാൻ അത് സഹായിക്കുവേ. നമ്മൾ എണ്ണയിൽ ഇട്ട് കഴിയുമ്പം നമുക്ക് തന്നെ അറിയാമല്ലോ, നല്ലൊരു സ്മെല്ലാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. അതിന് ശേഷം പച്ചമുളക്, ചെറിയുള്ളി, സവോള ഇതെല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ആ തേങ്ങ വറുത്തത് തണുക്കാനായിട്ട് വെച്ചേക്കുവാണ് ഇപ്പോഴേ. അപ്പം നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മളത് അടുക്കിന് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് ടൈം കുറച്ച് കുറയ്ക്കാൻ പറ്റും. നമ്മൾ ആ തണുക്കുന്നിടം വരെ നോക്കി നിൽക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് നമുക്ക് ഈ ഇങ്ങനെയുള്ള വഴറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് ആ തേങ്ങ നന്നായിട്ട് തണുക്കും. അന്നേരം പിന്നെ നമുക്ക് പെട്ടെന്ന് അതങ്ങ് അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ എല്ലാവരും ശ്രദ്ധിക്കണേ. ചിലർക്ക് ഉണ്ടല്ലോ കുക്കിംഗ് നന്നായിട്ട് അറിയായിരിക്കും, പക്ഷെ ഉണ്ടാക്കാൻ ഒരുപാട് സമയം വേണ്ടി വരും. അതിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. എന്ന് വെച്ച് ബ്രൗൺ ഒന്നും ആകണ്ട കേട്ടോ. ഇതിൻ്റെ ആ ഒരു പച്ച മണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ബ്രൗൺ കളർ ഒന്നും ആകണ്ട, കാരണം ഇതിനകത്ത് കിടന്ന് കുക്ക് ചെയ്യാനുള്ളതല്ലേ. ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് ആ തേങ്ങ ഉണ്ടല്ലോ നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഒരുമാതിരി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഉള്ളി ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പങ്ങിട്ട് ചേർത്ത് കൊടുക്കാവേ. ഇത് നല്ലപോലെ അരയണേ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ആദ്യം ഒട്ടും വെള്ളം ഒഴിക്കാതെ ഇതങ്ങ് പൊടിച്ചെടുക്കുന്ന പോലെ അങ്ങ് എടുത്തേക്കണേ. എന്നിട്ട് പൊടി വെച്ച് കഴിഞ്ഞിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. സ്വല്പം വെള്ളം എന്ന് പറഞ്ഞാൽ ഇത് അരയാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഒരുപാട് വെള്ളവും ആകത്തില്ല, ഇതുപോലെ കിട്ടുവേ. ഇനി അരപ്പ് ഇതിനകത്ത് കിടന്നൊന്ന് വഴറ്റണേ. ഇതിലേക്ക് മിക്സിക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് കഴുകി ഇതിനകത്തോട്ട് ഒഴിച്ചേക്കണം. അപ്പോഴത്തേനും ആ അരപ്പെല്ലാം അതിനകത്ത് കറിക്കകത്ത് ആയിക്കോളൂ. കറിക്ക് എന്തേരം ഗ്രേവി വേണോ അതിനനുസരിച്ച് നമ്മൾ അരപ്പൊക്കെ നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. പിന്നെ നമ്മൾ ആ സാമ്പാർ പുളി വെള്ളത്തിലിട്ടിട്ടില്ലേ, അത് നന്നായിട്ട് ഞെരടി അതിൻ്റെ ആ പുളി എല്ലാം വെള്ളത്തിലേക്ക് ആക്കണേ. എന്നിട്ട് നമുക്ക് അതും കൂടി ഈ സമയത്ത് വേണം ചേർത്ത് കൊടുക്കാൻ.
പുളി ഇങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അരിച്ചെടുത്താൽ മതിയേ. അല്ല, നിങ്ങൾക്ക് അരിപ്പയ്ക്കകത്ത ഒഴിക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ഇങ്ങനെ ചെയ്താൽ എളുപ്പമോ. പുളി എപ്പോഴും ഒരു 2 പ്രാവശ്യം കഴുകണം, എന്നാലേ ആ പുളി മുഴുവൻ നമ്മുടെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങത്തുള്ളൂ. ആദ്യത്തെ 1 പ്രാവശ്യം, ഇപ്പൊ കുറച്ച് പുളി മതിയെങ്കിൽ നമ്മൾ 1 പ്രാവശ്യം കഴുകണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 പ്രാവശ്യം ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം നമുക്ക് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ടൊമാറ്റോ ഇല്ലേ, അതും കൂടെ അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയം നമ്മൾ ഉപ്പൊക്കെ നോക്കിക്കോണേ. കുറച്ചുകൂടെ വെള്ളം നമുക്ക് ചേർക്കാവേ. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഞണ്ടും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവേ. നമ്മുടെ ഈ ഗ്രേവി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കാവേ. നമ്മളിവിടെ ഈ ക്രാബ് ഇപ്പം അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റായേ. ഇനി ഇത് തുറന്ന് നോക്കാം. കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ക്രാബ് വെന്തോളും. പ്രോൺസ് ആണേലും ക്രാബ് ആണേലും എല്ലാം ഒരു അധികം വേവില്ല. അതിൻ്റെ മീറ്റിനെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചിയല്ലേ ഇതൊക്കെ. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് അത് വെന്തോളും. പക്ഷെ ഞാനൊരു 3-4 മിനിറ്റ് ഒന്ന് സിമ്മിലും കൂടി ഇട്ടൊന്ന് വേവിക്കുവേ. അപ്പോൾ ഈ ചാറ് കുറേ കൂടെ ഒന്ന് കുറുകിയൊക്കെ വരും. ഇനിയിപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനും ഒന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടച്ചു വെച്ചിട്ട് ഞാനൊരു 4 മിനിറ്റും കൂടെ ഒന്ന് സിമ്മിൽ വെച്ചേക്കുവേ. നമ്മുടെ തേങ്ങ വറുത്തരച്ച ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ചാറൊക്കെ കുറച്ച് വറ്റി, ആ സവോള ഉള്ളി എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ക്രാബും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നല്ല ചോറിൻ്റെയോ അല്ലെ നല്ല കപ്പയുടെയോ ഒക്കെ കൂടെ അങ്ങോട്ട് ഇത് കഴിച്ചുണ്ടല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും കേട്ടോ. ഒരു ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അതിനെക്കാട്ടി നല്ലത് ചോറും കപ്പയാണ്. ഇതിന്റെ കോമ്പിനേഷൻ അതാണ്. നല്ല കപ്പയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനൊരു ബൗളിലേക്ക് കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ കാണിക്കാവേ. ഇത് കഴിക്കാൻ ഇച്ചിരി സമയം എടുക്കും കേട്ടോ. കാരണം ഇതിൻ്റെ ഈ ഷെല്ലൊക്കെ പൊട്ടിച്ച് നമ്മൾ കഴിക്കണ്ടേ. എൻ്റെ മോൾക്കൊക്കെ ഭയങ്കര മടിയാണ് ഇത് കഴിക്കാൻ. ഇപ്പോൾ പറയാൻ വിശന്നിരിക്കുന്ന സമയത്ത് ഇതൊക്കെ എടുത്തു തന്നാൽ എങ്ങനെ കഴിക്കും മമ്മി എന്നൊക്കെ ചോദിക്കും. നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റുള്ള വറുത്തരച്ച ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെയും കപ്പയുടെ കൂടെ ഇത് നന്നായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാവേ. ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.